ഹായ് ഓൾ, അങ്ങനെ ഫാമിലി ഓൺ വീൽസ് സലാലയിലെത്തി. ഞങ്ങളിതാ രാവിലെ ഇറങ്ങി. രാവിലെയല്ല, ഒരു 10 മണിയായി നമ്മൾ ഇറങ്ങുമ്പോൾ. ഇനി പറ്റാവുന്ന സ്ഥലങ്ങളൊക്കെ പോയി ഒന്ന് കറങ്ങണം. സൈക്കിളിൽ തന്നെ പരമാവധി കറങ്ങണം. പിന്നെ പറ്റാത്ത ജബൽ ഏരിയകളൊക്കെ നമ്മൾ വണ്ടിയും കൊണ്ടാണ് പോകുന്നത്. ആമിനെ രാവിലെ ഇറങ്ങിയപ്പം തന്നെ ടയേർഡായി, സൈഡായിട്ടാണ് നിൽക്കുന്നുണ്ട്. ഫുള്ള് വാഴത്തോട്ടം. അതിൻ്റെ അകത്ത് വാഴ മാത്രമൊന്നുമല്ല, ഒരുപാട് കൃഷിയുണ്ട്. ഞങ്ങൾ ഫസ്റ്റ് കരിക്കോടി ഇടുന്ന് സ്റ്റാർട്ട് ചെയ്ത്. ഇവിടുത്തെ ഫേമസ് കടയാണ്. സലാല വന്നിട്ട് കിഷോറേട്ടൻ്റെ കടയിൽ നിന്ന് കരിക്ക് കുടിക്കാണ്ട് പോയ ആൾക്കാർ ആരും ഉണ്ടാവില്ല. അത്രയും ഫേമസ് ആയിട്ടുള്ള ഒരു കടയാണ് നമ്മളെ കിഷോറേട്ടൻ്റെ കട. അങ്ങനെ അവിടെ നിന്ന് ഒരു കരിക്കും കുടിച്ച് ഞങ്ങൾ നെക്സ്റ്റ് പോകാൻ നോക്കുന്നു. അവരോട് നമ്മളിങ്ങനെ ചോദിച്ചു, ഇവിടുത്തെ സ്പോട്ട് എവിടെയാണ് പോകേണ്ടത്, അടുത്ത നെക്സ്റ്റ് ഈ ഏരിയയിലുള്ള വേറെ പ്ലേസ് ഏതില്ലാന്ന് ചോദിച്ചു. അങ്ങനെ മനസ്സിലാക്കി അവിടെ നിന്ന് പിന്നെ നേരെ മുമ്പോട്ടേക്ക് പോയി. ഇവിടെയൊക്കെ നമ്മളെ നാട് പോലെ തന്നെ കേട്ടോ, ഫുള്ള് തെങ്ങാണ്. നമുക്ക് മസ്കറ്റ് ഏരിയയിലെന്ന് വെച്ചാൽ ഇതാണ്, എന്താ പറയുക, ഈത്തപ്പഴമായിരിക്കും. ഇവിടെ ഈത്തപ്പഴം കാണാനേ ഇല്ല. ഞങ്ങൾ നെക്സ്റ്റ് വന്നത് ചേരമാൻ പെരുമാൾ മക്ബറയിലാണ്. അവിടെ മക്ബറയിൽ അവിടെ ഇപ്പോൾ പള്ളിയൊന്നുമില്ല. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മക്ബറയിൽ വന്ന് ഞങ്ങൾ സിയാറത്താക്കി. കുറച്ച് നേരം അവിടെ ഇരുന്ന്. ഇവിടെ മുമ്പ് പള്ളി ഉണ്ടായിന്, അത് പൊളിച്ച് കളഞ്ഞെന്ന് പറഞ്ഞു. ഇപ്പം പള്ളിയൊന്നുമില്ല, അവരെ മക്ബറ മാത്രമേ ഉള്ളൂ. ചേരമാൻ പെരുമാൾ കേരളത്തിൽ നിന്നും വന്ന് സലാലയിൽ എങ്ങനെ അവരെത്തി, റസൂലുള്ളാഹിൻ്റെ പക്കലെത്തിയിട്ട് ഇസ്ലാം മതം സ്വീകരിച്ച വ്യക്തിയാണ് അദ്ദേഹം. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ ഞാൻ ഒരു ചെറിയൊരു സ്റ്റോറി പോലെ ഞാൻ ഇട്ടിട്ടുണ്ട്. എല്ലാവരും മാക്സിമം കാണണം. ഇവിടെ 2 മക്ബറ കാണുന്നുണ്ട്. ഒന്ന് ചേരമാൻ പെരുമാൾ, രണ്ടാമത്തേത് ചിലരത് അവരുടെ ഭാര്യയാണെന്നും ചിലർ അവരെ കൂടെ വന്ന ഒരാളാണെന്നും പറയുന്നുണ്ട്. അറിയുന്നവൾ കറക്റ്റ് ഒന്ന് കമൻ്റ് ഇടണേ. ഇത് വെറുതെ അല്ല സലാല കേരളം പോലെയാണ് ആളുകൾ പറഞ്ഞത്. ഇവിടെ ചുറ്റും നോക്കിക്കഴിഞ്ഞാൽ തെങ്ങുകൾ മാത്രമേ ഉള്ളൂ. ചുറ്റും തെങ്ങ്, പിന്നെ വാഴ, വെറ്റിലൊന്നും നാട്ടിൽ പോലും നമ്മൾ നേരെ കണ്ടിട്ടില്ല. കടകളിൽ നിന്ന് മാത്രമേ കണ്ടതേ ഉള്ളൂ. ഒരുപാട് സംഭവങ്ങളുണ്ട്. ഇവിടെ കൃഷി ചെയ്യാത്ത സാധനങ്ങളൊന്നും ഇല്ലയെന്നാണ് നമുക്ക് തോന്നിയത്. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് നെക്സ്റ്റ് സ്പോട്ടിലേക്ക് പോയി. നെക്സ്റ്റ് കരിക്കോടി. ഇവിടുന്ന് കരിക്ക് ഓടിച്ച് ഞങ്ങളിവിടെ ഇവിടെ എത്തി. നെക്സ്റ്റ് കരിക്കോടി. ഇവിടെ നിറയെ പാഷൻ ബോട്ടുണ്ട് ഇതിൻ്റെ മേലെ, പക്ഷെ ഒന്നും ആയില്ല. ഞങ്ങൾ അവരോട് ചോദിച്ചു അടുത്ത നേരെ പോയിക്കാൻ നമുക്ക് ഏതാണ് അടുത്ത സ്പോട്ട് എന്നുള്ള അവരോട് ചോദിച്ച് അവിടെ നിന്ന് ഒരു കരിക്കും കുടിച്ച് അങ്ങനെ നേരെ അവിടെ നിന്ന് വിട്ട്. അപ്പോൾ എന്താണ്, സലാല എത്തിയത് നഷ്ടമായില്ല. ഓരോ നാടിനും അതിൻ്റെതായ സൗന്ദര്യമുണ്ട്. അതെന്ത് പറഞ്ഞില്ലേ, എന്താണ്, നമ്മൾ കാണുന്നവൻ്റെ കണ്ണിലാണ് സൗന്ദര്യം. അതന്നെ. നമ്മൾ നേരെ അവിടെ നിന്നും വിട്ടു. ഞങ്ങൾ നെക്സ്റ്റ് സ്പോട്ടിലേക്ക് പോകുന്നത്. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും മാക്സിമം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാൻ ശ്രമിക്കുക. നിങ്ങൾ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് നെക്സ്റ്റ് യാത്ര അല്ലെങ്കിൽ നെക്സ്റ്റ് പ്ലാനിങ് നടക്കുകയുള്ളൂ. പരമാവധി എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഏകദേശം ഉച്ച കഴിഞ്ഞ് നമ്മളവിടെ നിന്ന് ഒരു 3 മണിയല്ലായി. നല്ല കുറച്ചൊന്ന് ടയേർഡായി. രാവിലെ ഇറങ്ങിയതാണ്. നമ്മൾ കഴിക്കല്ലാണ്ട് വേറൊന്നും കഴിച്ചില്ല. അപ്പോൾ ഓക്കെ, ബൈ ഓൾ. നെക്സ്റ്റ് വീഡിയോ കാണാം.